Hi, I'm Rani from lessonoflife.com. Lesson of Life യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനലിലൂടെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറാണ് മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അത് CBSE സ്റ്റേറ്റ് ICSE സിലബസിലെ കുട്ടികൾക്ക്, അതുപോലെ തന്നെ BA B.Sc B.Com ജനറൽ ഇംഗ്ലീഷ് ഗ്രാമർ പേപ്പറിനൊക്കെ യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് പ്രയോജനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. Okay, so here we have Sam opened the door. Do you like coffee? What a nice weather. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്? ഇതെല്ലാം തന്നെ നിങ്ങൾക്കറിയാം എന്താണ് സെൻറ്റൻസ്. ഇതെല്ലാം തന്നെ എന്താണ്? സെൻറ്റൻസുകളാണ്. ഓക്കെ, അപ്പോൾ വാട്ട്സ് എ സെൻറ്റൻസ്? എന്താണ് ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് that has complete meaning. Yes, okay. അപ്പോൾ നമുക്കിവിടെ നോക്കാം. Sam opened the door. Okay, here we have a group of words. Sam opened the door. Okay, ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയി. ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ആവോ? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഹാസ് കംപ്ലീറ്റഡ് മീനിങ്. പൂർണ്ണമായ ഒരു അർത്ഥം കൊടുക്കണം, എങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ? സെൻറ്റൻസ് ആകത്തുള്ളൂ. അപ്പോൾ സാം ഓപ്പൺഡ് ദ ഡോർ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിവിടെ എന്തുണ്ട്? ദർ ഈസ് എ കംപ്ലീറ്റ് മീനിങ്, പൂർണ്ണമായൊരു അർത്ഥമുണ്ട്. സോ ഇറ്റ്സ് എ സെൻറ്റൻസ്. ഓക്കെ, നെക്സ്റ്റ്, ഡു യു ലൈക്ക് കോഫി? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ചോദ്യമാണ്. അതുപോലെ നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു പൂർണ്ണമായ അർത്ഥമുണ്ട്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതെന്തായി? സെൻറ്റൻസ് ആയി. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് എ നൈസ് വെതർ. അഗെയിൻ ഒരു ഇറ്റ് എൻഡ്സ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. നമ്മുടെ സഡൻ ഇമോഷൻസ്, സർപ്രൈസ്, ജോയ് ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയും, അത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അഗെയിൻ ഇറ്റ് ഹാസ് എ കംപ്ലീറ്റ് മീനിങ്, സോ ഇറ്റ്സ് ഓൾസോ എ സെൻറ്റൻസ്. ഓക്കെ, ഇനി അതിനകത്ത് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കൂ, ഇതിൻ്റെയൊക്കെ എസ് ഡി ഡബ്ല്യു നമ്മൾ എന്തിരിക്കുന്നു? ഹൈലൈറ്റ് ചെയ്തിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെൻറ്റൻസ് ഷുഡ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ വേണം ഒരു സെൻറ്റൻസ് ബിഗിൻ ചെയ്യാൻ. ഓൾവേസ്, എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ ഒരു സെൻറ്റൻസ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതും. കുഞ്ഞു പിള്ളേരൊക്കെ എന്ത് ചെയ്യും? കൊച്ചു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കാണും, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതാനായിട്ട് വിട്ടുപോകുന്നവരുണ്ട്. ഓക്കെ, മറന്നു പോകുന്നതാണ് എന്തോ അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരിങ്ങനെ ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ എല്ലാത്തിലും സെൻറ്റൻസ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും? 1/4 മാർക്ക് 1/2 മാർക്കൊക്കെ മൊത്തത്തിൽ അങ്ങ് കുറയ്ക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൻറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഓക്കെ, ഒരു സെൻറ്റൻസ് എന്തായിരിക്കണം? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ കുറയ്ക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഒരു ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്ക്ലമേഷൻ മാർക്കിൽ എൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എ സെൻറ്റൻസ് ends with a sentence can end with a full stop, a question mark or an exclamation mark. Okay, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? A sentence is a group of words that has complete meaning, complete sense, complete thought. പൂർണ്ണമായ ഒരു അർത്ഥത്തെ കൊടുത്തെങ്കിൽ മാത്രമേ അതെന്താകത്തുള്ളൂ? സെൻറ്റൻസ് ആകത്തുള്ളൂ. ഓക്കെ, സിമിലർലി എ സെൻറ്റൻസ് ഷുഡ് ബിഗിൻ വിത്ത് a capital letter. Okay, അതുപോലെ it can end with a full stop, question mark or an exclamation mark. Okay, അപ്പോൾ sentence is a group of words that has complete meaning. പിന്നെന്താണ്? A sentence should begin with a capital letter. Okay, then it can end with a full stop, question mark or an exclamation mark. Okay, അപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായ അർത്ഥത്തെ കൊടുത്തുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കണം.
ചിലപ്പോൾ അതൊരു ഓർഡർ ആയിരിക്കാം, അതിലൊക്കെ നമുക്ക് ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യാം. സംടൈംസ് ഇറ്റ് ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ, അപ്പോൾ എന്ത് ചെയ്യാം, ഇറ്റ് ഷുഡ് എൻഡ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. സംടൈംസ് ഇറ്റ്സ് ആൻ എക്സ്ക്ലെയിം, അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ നമുക്കൊരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്കതൊരു സെന്റൻസ് ആണോ അല്ലേ എന്ന് നോക്കാം. ദ ബേബി ഈസ്, എന്താണ്, ഇതൊരു സെന്റൻസ് ആണോ? പൂർണ്ണമായ അർത്ഥമുണ്ടോ? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്, പക്ഷെ പൂർണ്ണമായ അർത്ഥമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതെന്താണ്, ഒരു സെന്റൻസ് അല്ല, നോട്ട് എ സെന്റൻസ്. ഓക്കെ, ക്ലോസ് യുവർ ഐസ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, പൂർണ്ണമായ അർത്ഥമുണ്ട്. ഓക്കെ, അതെന്താണ്, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്ത് അതിനെ എന്താക്കാം, സെന്റൻസ് ആണ്. ഓക്കെ, ദ ഫ്രോഗ് ഈസ് ബിഗ് ആൻഡ് ഗ്രീൻ. യെസ്, ദർ ഇസ് എ കംപ്ലീറ്റ് മീനിങ്, സോ ഇറ്റ്സ് എ സെന്റൻസ്. ഹി ഈസ് എ വെരി നൈസ്. എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ, അപ്പോൾ ഇറ്റ്സ് നോട്ട് എ സെന്റൻസ്. വി വെന്റ് ഔട്ട്സൈഡ്. യെസ്, ദർ ഇസ് എ കംപ്ലീറ്റ് സെൻസ്, കംപ്ലീറ്റ് മീനിങ്, സോ ഇറ്റ്സ് എ സെന്റൻസ്. ദ ക്ലൗഡ്സ് ആർ, അപ്പോൾ എന്താണ്, അത് പൂർണ്ണമായ അർത്ഥത്തെ കാണിക്കുന്നില്ല, സോ ഇറ്റ്സ് നോട്ട് എ സെന്റൻസ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്, ജംബിൾഡ് വേർഡ്സ്, അതായത് ജംബിൾഡ് സെന്റൻസ് വന്നേക്കുന്നു, അതായത് ഒരു അറേഞ്ച്മെന്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സെന്റൻസ് കണ്ടുപിടിക്കാം. കുക്സ് മൈ മോം ഡെലീഷ്യസ് ഫുഡ്, അപ്പോൾ എന്ത് പറയാം, മൈ മോം. ഓക്കെ, സബ്ജക്റ്റ് മൈ മോം, കുക്സ് വെർബ്. ഓക്കെ, മൈ മോം cooks, my mom cooks delicious food. Okay, then of leather this jacket is made of. This jacket, okay, is made of leather. Okay, അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, ഫസ്റ്റ് ലെറ്റർ should be in capital letter and it can end with the full stop. Then picked up Tom's school bag. His Tom. Okay, ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ പ്രോപ്പർ നൗണും കൂടെയാണ്. അപ്പം ടോം picked up his school bag. Okay, അപ്പോൾ it's a sentence. Then good at Mary tennis is. അപ്പോൾ Mary, okay, Mary എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. Again it's a proper noun. Mary is good at tennis. Okay, then exam the was easy quiet, but the exam was quiet easy. Okay, അപ്പോൾ ഇതെല്ലാം എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഗ്യാപ്പിലായിരിക്കണം, എൻഡ് ചെയ്യേണ്ടത് ഫുൾ സ്റ്റോപ്പിലാണ്. അതെല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ളത് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ആൻസർ എല്ലാം ഇവിടെ ഉണ്ട്. മൈ മോം കുക്സ് ഡെലീഷ്യസ് ഫുഡ്. ദിസ് ജാക്കറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലെതർ. ടോം പിക്ഡ് അപ്പ് ഹിസ് സ്കൂൾ ബാഗ്. മേരി ഈസ് ഗുഡ് അറ്റ് ടെന്നീസ്. ദി എക്സാം വാസ് ക്വൈറ്റ് ഈസി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. എന്താണ് സെന്റൻസ് എന്ന് പറയുമ്പോൾ, സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കണം. ഓക്കെ, അത് കിട്ടി. നെക്സ്റ്റ് ദർ മസ്റ്റ് ബി എ കംപ്ലീറ്റ് മീനിങ്, പൂർണ്ണമായ അർത്ഥം കൊടുക്കണം. പിന്നെ അതുപോലെ എന്താണ്, ഓർഡർ ഓഫ് വേർഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അവിടെ അവിടെ ഏതെങ്കിലുമൊക്കെ ചേർത്ത് വെച്ചാലൊക്കത്തില്ല. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഓർഡർ ഓഫ് വേർഡ്സ് വേണം. നമുക്ക് ഒരു ബേസിക് ഓർഡർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വെർബ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഓബ്ജക്റ്റ് വരാം. സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്, അതാണ് ഒരു ബേസിക് സെൻറ്റൻസ് സ്ട്രക്ചർ. അപ്പോൾ begins with a capital letter, ends with a full stop, question mark, exclamation mark. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ഫീച്ചേഴ്സ് ഒരു സെൻറ്റൻസ് ആയിരിക്കുമ്പോൾ. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു എക്സസൈസ്, ഒരു പ്രാക്ടീസ് എക്സസൈസ് ഗിവൺ. നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് ഇത് സെൻറ്റൻസ് ആണോ അല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആൻസറായിട്ട് കൊടുക്കാവുന്നതാണ്. 7 സെൻറ്റൻസ് ഓർ നോട്ട് പ്രാക്ടീസ് എക്സസൈസ് തന്നിട്ടുണ്ട്, അത് നമ്മൾ നോക്കി എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ലെസണിൽ നമുക്ക് കാണാവുന്നതാണ്. ടിൽ ദെൻ ബൈ.